എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതുപോലത്തെ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ എത്ര ശോചനീയമായിരിക്കും. എന്താടി പറഞ്ഞത്? ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഫുഡ് എടുത്ത് വെക്ക. എന്തോ? ഫുഡ് എടുത്ത് വെക്കാൻ. ഫുഡ് എടുത്ത് വെക്കണമെങ്കിൽ അതുണ്ടാക്കണ്ടേ? അപ്പൊ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? അതല്ലേ മലയാളത്തിൽ പറഞ്ഞത്. ഫുഡ് ഞാൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വന്നപ്പോ ഞാൻ അതെടുത്ത് മേശപ്പുറത്ത് വെക്കില്ലായിരുന്നോ? നിനക്കിവിടെ എന്തായിരുന്നു പണി? എനിക്കിവിടെ 8ന്റെ പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ചീത്ത കേൾക്കണം, നിങ്ങളുടെ അമ്മ തങ്കച്ചിയുടെ ഭരണം സഹിക്കണം. ഇപ്പോ ഞാൻ ആ കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു. അത് പാവം എന്ത് തെറ്റെയ്തു? ആ പാവം അറിയുന്നുണ്ടോ അതിനെ പ്രസവിച്ച അമ്മ പുതിയ ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന്? അതിന്റെ അച്ഛൻ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്നും ആ അച്ഛമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു ദുഷ്ടയാണെന്നും ആ കുഞ്ഞറിയുന്നുണ്ടോ? ഇവിടെ വിളമ്പാൻ ഒന്നും ഇല്ലല്ലോ മിസ്റ്റർ ACP. നീ എന്ത് ചെയ്യുന്നു, എന്ത് സഹിക്കുന്നു എന്നൊന്നും എനിക്കറിയണ്ട. എനിക്കിവിടെ യഥാസമയങ്ങളിൽ ഫുഡ് കിട്ടണം. എന്റെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരരുത്. എന്റെ കുഞ്ഞിന്റെയും കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കണം. അതിനെനിക്ക് ഒരു സെർവന്റിനെ വേണമായിരുന്നു. ആ സെർവന്റിന്റെ പോസ്റ്റിലേക്ക് നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓഹോ, ഇത് അപ്പോയിന്റ്മെന്റ് ആയിരുന്നോ? എന്താ സംശയം? സെർവന്റിന്റെ വേക്കൻസിയിലേക്കാണ് നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ദേ എന്റെ കഴുത്തില് ഈ താലിമാല എന്തിനാ കെട്ടിയത്? അതൊരു പ്രതികാരമാണെന്ന് നീ കരുതിയാ മതി. എന്റെ ജീവിതം തകർത്ത് കളഞ്ഞതിനുള്ള പ്രതികാരം. നിങ്ങളുടെ ജീവിതം തകർത്തത് നിങ്ങൾ തന്നെയാ. അതിന് ഞാനല്ല ഉത്തരവാദി. ഇതല്ലേ സ്വഭാവം? ഭാര്യയോടും പോലീസ് മുറ. ആ മൈഥിലിക്ക് അവാർഡ് കൊടുക്കണം, സഹനശക്തിക്കുള്ള അവാർഡ്. എന്നെ വേലക്കാരിയായി നിയമിച്ചിരിക്കുന്നു. സമൂഹത്തിന് മുന്നിൽ നീ എനിക്ക് ഭാര്യയായിരിക്കും. പക്ഷേ ഈ വീട്ടിലും എന്റെ ബെഡ്റൂമിലും നീ എനിക്കൊരു വേലക്കാരി മാത്രമായിരിക്കും. ഞാനൊരു വേലക്കാരിയാണെന്ന് ദേ ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടണം. കുറെ ശമ്പളം അഡ്വാൻസ് ആയി തരണം. ശമ്പളം അഡ്വാൻസ് ആയിട്ട് തന്നാലേ പിന്നെ നിങ്ങൾ എന്നെ പറ്റിക്കില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ സാലറി അഡ്വാൻസ് തരുന്നത് നീ എന്റെ വേലക്കാരിയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാ. പിടിക്ക. മൈഥിലി ഇട്ടേച്ചു പോയതോടെ നാണം കെട്ടുപോയ നീ ഓരോ ദിവസം ചെല്ലുംതോറും അടിക്കടി നാണം കെടുക. താലി കെട്ടി സ്വീകരിച്ച പെൺകുട്ടി ജീവിത പങ്കാളിയാണെന്ന് മനസ്സിലാക്കാതെ അവളെയും ലോക്കപ്പിൽ കിടക്കുന്ന ഒരു പ്രതിയായിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കൂടാ? അതിന്റെ ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവന്റെ ധാരണ മാറിയിട്ടില്ല. എടാ, പെണ്ണും മനുഷ്യജന്മമാടാ, മനുഷ്യത്വം ഇല്ലാത്തവനെ. പ്രസവിച്ച് നിന്നെ പോലുള്ള നന്ദി കെട്ടവരെ പാലൂട്ടി വളർത്തുന്നു എന്നതൊഴിച്ചാൽ പെണ്ണും ആണും തമ്മിൽ എന്ത് വ്യത്യാസമാടാ? നിന്റെ ഈ ഭരണം അവസാനിക്കുന്നത് നിന്റെ ഒരു പൊട്ടിക്കരച്ചിലായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. എന്റെ വീട്ടിൽ പലതും നടക്കും. എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട. നിക്കടാ അവിടെ. പേരക്കുട്ടിയാണെന്ന് കരുതി വളരെ വാത്സല്യത്തോടെ വളർത്തിയതാ നിന്നെ.
വാത്സല്യം ഞങ്ങളുടെ ഒരു ദൗർബല്യമാണെന്ന് നീ കരുതരുത്. പറഞ്ഞേക്കാം. ദേവി, എന്തിനാ ഇങ്ങനെ യഥാസമയങ്ങളിൽ ഭക്ഷണം കൊണ്ട് തന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ പോകുന്നത്? ജയിലിലാണെങ്കിൽ പോലും പോലീസുകാർ ഭക്ഷണം ധരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടും. ഇത് എന്തിനാ ദേവി എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ചെമ്പകമംഗലത്ത് ജീവിക്കാൻ ഒരു റൈറ്റും ഇല്ലാതെ നിന്നപ്പോ എന്നെ രക്ഷിച്ച ഒരു അമ്മയെ ഓർത്ത് ആത്മഹത്യയിലേക്ക് പോകേണ്ട എനിക്ക് ഒരു കൈ തന്ന് എന്നെ താങ്ങി നിർത്തിയ ആ അമ്മയായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള എന്റെ ലോകം. 3 മക്കളുണ്ടായിട്ടും തെറ്റ് ചെയ്ത മകനെ തള്ളിക്കളഞ്ഞ് എന്നെ സ്വന്തം മകളായി ദത്തെടുത്ത ആ അമ്മയോട് എനിക്ക് പെറ്റമ്മയേക്കാൾ കൂടുതൽ കടപ്പാടും സ്നേഹവും ഉണ്ട്. ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കൂ. അതിലിനി മാറ്റമില്ല. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ഈ ജീവിതത്തിൽ ചെയ്യില്ല. അമ്മയെ ധിക്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടുകൂടെ? പുതിയതായിട്ട് എന്ത് കേൾക്കാനാ ജയേട്ടാ? ചെയ്ത തെറ്റുകൾ തിരുത്താനും മാപ്പ് പറയാൻ ഒരു അവസരം എനിക്ക് തന്നൂടെ ദേവി? കഴിഞ്ഞതൊക്കെ തിരുത്താനും മാനസാന്തരപ്പെട്ട് ജീവിക്കാനും നമ്മൾ പുണ്യജന്മങ്ങളല്ലല്ലോ ജയേട്ടാ. പച്ച മനുഷ്യരല്ലേ. മീനാക്ഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊന്നും തിരുത്തപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാ. അതിനുള്ള ഉത്തരവാ എന്റെ മകൾ മീനാക്ഷി. എന്റെ സങ്കടങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ. അത്തരം സങ്കടങ്ങളൊക്കെ മനുഷ്യരുടെ കൂടെപ്പിറപ്പ ജയേട്ടാ. അവരവരുടെ സങ്കടങ്ങള് അവരവര് തന്നെ സഹിക്കുക. അതേ വഴിയുള്ളൂ. ഒരു ചെറു പുഞ്ചിരിയിൽ തീരാവുന്ന പരിഭവമാണ് പലതും. പക്ഷെ ആരും ചിരിക്കാറില്ല. കാരണം ചിരിയേക്കാൾ വലുതാണ് ദുരഭിമാനം. തെറ്റ്. ഇതില് ദുരഭിമാനമൊന്നുമില്ല ജയേട്ടാ. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവ്. അനുഭവങ്ങളല്ലേ എല്ലാവരുടെയും ഗുരു. സർ, ACP കാർത്തിക്. യെസ് സർ. സിറ്റ് ഡൗൺ. താങ്ക് യു സർ. ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല സർ. താങ്കളെക്കുറിച്ച് എനിക്കൊരു പരാതി കിട്ടി. ആ പരാതിയിൽ വാസ്തവമുണ്ടോ അതോ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആരെങ്കിലും കെട്ടിച്ചമച്ച കഥയാണോ എന്നറിയാൻ വേണ്ടിയാ താങ്കളെ നേരിട്ട് കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. എന്താണ് സർ പരാതി? താങ്കൾ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായിരിക്കെ മറ്റൊരു പെൺകുട്ടിയെ കൂടെ വിവാഹം കഴിച്ചെന്ന് ഞാൻ കേട്ടു. ഞാൻ കേട്ടത് സത്യമാണോ? സർ, നിലവിലുള്ള വിവാഹബന്ധം മോചിപ്പിക്കാതെ
മറ്റൊരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഡിപ്പാർട്ട്മെന്റിലുള്ള തന്റെ ചില സുപ്പീരിയർ ഓഫീസേഴ്സും ഈ കാര്യം ശരിവെച്ചു. നിങ്ങളുടെ ആദ്യ ഭാര്യ ഇപ്പോ എവിടെയാണ്? നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല സർ. അവരെവിടെ പോയി? ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. റെക്കോർഡിക്കലായി അവരുമായിട്ടുള്ള വിവാഹമോചനം നടന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു? നിങ്ങൾ ഗവൺമെന്റ് സർവീസിലുള്ള ആളാണെന്ന കാര്യം മറന്നുപോയോ? സർ, അത് ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധവും അത് കുറ്റകരവുമാണെന്ന് ഒരു നിയമപാലകനായ താങ്കൾക്കറിയില്ലേ? നടന്ന സത്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ പറയാതെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരിൽ നിന്നും ഞാൻ അറിഞ്ഞു. അതുപോരല്ലോ, അതല്ലല്ലോ അതിന്റെ ശരി. നിങ്ങൾ ഇന്ന് തന്നെ അറിയണ്ടേ? സർ, ഞാൻ വല്ലാത്ത ടെൻഷനിലാണ്. നിങ്ങളുടെ ടെൻഷനൊന്നും ഡിപ്പാർട്ട്മെന്റിന് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ സത്യം പറഞ്ഞേ പറ്റൂ. ഒരു പാവം പെൺകുട്ടിയെ അവളുടെ അനുവാദമില്ലാതെ പിടിച്ചു വലിച്ച് കല്യാണ മണ്ഡപത്തിൽ കയറ്റി ബലമായി നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ കുട്ടിയെ നിങ്ങൾ അപമാനിച്ചു എന്നാണ് കേസ്. സ്ത്രീ പീഡനം. അതിന്റെ ശിക്ഷ എന്താണെന്ന് ACP നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. സർ, സാർ കേട്ടതൊന്നും ശരിയല്ല. കേട്ടതൊക്കെ ശരിയാണെന്നറിയാൻ ഞാൻ വന്ന ആ പെൺകുട്ടിയെ നേരിട്ടൊന്ന് കാണുന്നുണ്ട്. സർ, ഞാൻ അവരുടെ അനുവാദത്തോടെ അല്ല നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിൽ നിങ്ങൾ ഈ യൂണിഫോം എന്നേക്കുമായിട്ട് ഊരി വെക്കേണ്ടി വരും. അത് കഴിഞ്ഞാ ജയിലിലേക്ക് പോകേണ്ടിയും വരും. മൈൻഡ് ഇറ്റ്. നിങ്ങൾക്ക് പോവാം. സോ അവരുടെ അനുവാദത്തോടെ അല്ല നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിൽ നിങ്ങൾ ഈ യൂണിഫോം എന്നേക്കുമായിട്ട് ഊരി വെക്കേണ്ടി വരും. വെള്ളം തീർന്നു പോയല്ലോ. മോശം. ഇനി അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരുമോ?
ദേ നോക്കടാ. പുതിയ ഇറക്കുമതിയാന്ന് തോന്നുന്നല്ലോ. ഒന്ന് മുട്ടി നോക്കിയാലോ? എന്തൊരു ബ്യൂട്ടി. ബ്യൂട്ടില്ല. വാടാ. അതെ, പരിചയപ്പെട്ടില്ലല്ലോ. പേരെന്താ? വീടെവിടെയാ? ഒന്നും മെല്ലെ പോളെ. വെള്ളം എടുക്കാൻ ഞങ്ങൾ സഹായിക്കാം. കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പണി. വാടാ. രാത്രിയായാലും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഓടോ ഇങ്ങോട്ട് വന്നേടി. ഈ സമയത്ത് കാർത്തി ആയിരുന്നെങ്കിൽ ദേ ഈ കടല് കണ്ടോ? ആ കണ്ടു. ഇതുപോലെ നീ തീരവും ഞാൻ തിരയുമാണ്. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? തിരയെപ്പോഴും തീരത്തിന് ഇങ്ങനെ പുണർന്നുകൊണ്ടിരിക്കുകയല്ലേ? നമ്മളും തിരയും തീരവും. ഇത് പാരീസ് കടപ്പുറമൊന്നും അല്ല, വേളി കടപ്പുറമാ. കൊള്ളാല്ലേ രണ്ടും? ഡാ, ഭയങ്കര റൊമാൻസ്. അതെ അതെ. അപ്പൊ എങ്ങനെ? കൊള്ളാം, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? എൻ്റെ മൈഥിലിക്ക് ഐസ്ക്രീം വേണോ? ഈ എൻ്റെ മൈഥിലിന്ന് എപ്പോഴും പറയുന്നത് എന്തിനാ? ഞാൻ കാർത്തിയുടെ അല്ലേ? എന്നാലും ഒരു പേടി, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ?